നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, എറണാകുളം ഇന്ദിരാഗാന്ധിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BHIE 143-ൻ്റെ യൂണിറ്റ് 4ഉം യൂണിറ്റ് 5 രണ്ട് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എൻവയറമെൻ്റൽ ആയിട്ടുള്ള മിഡീവൽ ടൈമിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എൻവയറമെൻ്റൽ ഇഷ്യൂസിനെ പറ്റിയാണ്. ആ ഇഷ്യൂസ് എങ്ങനെ വരുന്നു വെച്ചാൽ ആ കാലഘട്ടത്തിൽ മിഡീവൽ ടൈമിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെയും അവരുടെ ഭരണഘടനയിൽ കൂടെ എങ്ങനെയാണ് എൻവയറമെന്റിനെയും എല്ലാം നമ്മൾ പരിപാലിച്ചു പോയിരുന്നത്. പിന്നെ അവര് കളക്ഷൻ ചെയ്തിരുന്ന ടാക്സ് ആണ്. എല്ലാ രാജ്യത്തിലും ടാക്സ് കളക്ഷൻ ആണ് അവരുടെ റവന്യൂ എന്ന് പറയാ. അപ്പോൾ ഇവിടെ നമ്മൾ കരം പിരിക്കുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കരമാണ് ഏറ്റവും വലിയ ഒരു ഇൻകം, ഗവൺമെന്റിന് വരുന്ന ഇൻകം. ഇതിനു വേണ്ടി അപ്പോൾ ഈ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് അവർ അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കൾട്ടിവേഷൻ നടന്നുകൊണ്ടിരുന്നാലാണ് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കരം പിരിക്കാൻ പറ്റുക. അപ്പൊ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഫെർട്ടിലിറ്റി ഉള്ള ആ ഭാഗത്തിൽ നിന്ന് വരുന്ന ടാക്സിനെ അല്ലെങ്കിൽ കരത്തിന് രാജാവിന്റെ, അല്ലെങ്കിൽ മിഡീവൽ ടൈമിലുള്ള രാജാവിന്റെ പേഴ്സണൽ ട്രഷറിയിലേക്കാണ് പോവുക. അപ്പോൾ ഈ കരം പിരിച്ച് നാട്ടുകാരിലുള്ളവരുടെ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വരുന്ന ഏരിയ ആണ് ഫെർട്ടൈൽ ഏരിയ. അപ്പോൾ അവിടെ നല്ല ടാക്സ് കിട്ടും. അതിനെ ഗവൺമെന്റിന്റെ, അതായത് രാജാവിന്റെ പേഴ്സണൽ ട്രഷറിയിലേക്കാണ് പോകുന്നത്. ഇതില് മുഗൾ കാലഘട്ടമാണ് ഈ സമയത്ത്. ഈ മുഗൾ കാലഘട്ടത്തിൽ മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ മുഗൾസിന്റെ പീരീഡാണ്. ഷിക്കാഗ മുഖദ്ദർ ഇത് ഓരോ ഹണ്ടിങ് ഗ്രൗണ്ട്, അല്ലെങ്കിൽ വേട്ടയാടാൻ ഇമ്പീരിയൽ ആയിട്ടുള്ള രാജാക്കന്മാരുടെ വേട്ടയാടാൻ ഗ്രൗണ്ട് അവിടെ അതിന് മാറ്റി വെച്ചിരുന്നു. പിന്നെ അഗ്രികൾച്ചർ അല്ലാത്ത വിധത്തിലും അവർ കരം പിരിച്ചിരുന്നു. ആ കരമും അതിന്റെ കൂടെ നോൺ അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ നിന്നും കരം പിരിച്ചിരുന്നു. എല്ലാം അഗ്രികൾച്ചർ ലാൻഡ്സ് ആയിക്കൊള്ളുന്നില്ല. പല സ്ഥലത്തും അതിന്റെ സ്ഥലത്തിന്റെ ഓണർ, സ്ഥലത്തിന്റെ മണ്ണിന്റെ രീതി, ഏരിയ, ആ വെള്ളം, ഇതൊക്കെയാണ് കാര്യങ്ങള്. അതായത് അല്ലെങ്കിൽ ഏരിഡ് റീജിയനില് അവിടെ മാർവാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാര് അവരുടെ പണി എന്താന്ന് വെച്ചാല് കന്നുകാലികളെ കൂട്ടമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് അവര് ഗ്രേസിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് പുല്ല് മേയാൻ നടക്കുന്ന സ്ഥലങ്ങള്, അതിന് ഒരു കരം പിരിച്ചിരുന്നു. ആ കരത്തിന്റെ പേരാണ് ഗസ്മാരി, പഞ്ചാരി. ഇതൊക്കെ ഈ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത് ഈ പശുവും കാള അതുമാറ്റ സാധനങ്ങളുള്ള ഓണേഴ്സിന് മാത്രം. അപ്പൊ അവരതിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ട് അത് എടുക്കുമ്പോൾ അതിന്റെ ടാക്സ്, അത് ആഹാരമാണ്, കാറ്റിലിന്റെ ആഹാരമാണ്, അതിന്റെ ടാക്സ് അവർ കൊടുത്തിരുന്നു. പിന്നെ ഗ്രാസ് പുല്ല് വെട്ടി വിറ്റാലും അതിനും ടാക്സ് ഉണ്ടായിരുന്നു. അതാണ്ട് ടാക്സ് അടയ്ക്കാതെ പുല്ല് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പണിഷ്മെന്റ് കിട്ടും. ആരായാലും ശരി, അവർക്ക് രാജാവിന്റെ കോടതിയിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടും. പിന്നെ സ്വന്തമായിട്ട് പുല്ലുകൾ വളർത്തി എടുക്കുന്ന കർഷകന് അതിന്റെ ഒരു ഷെയർ അവർക്ക് രാജാവിന് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാല് ആ രാജാവിന്റെ വാർ ആനിമൽ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ. അപ്പൊ യുദ്ധത്തിൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൃഗങ്ങള് കുതിരയുണ്ട്, ആനയുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആഹാരം ഇവിടെ നിന്ന് ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ പുല്ല് അങ്ങനത്തെ സാധനങ്ങള് അവർ കൊടുക്കേണ്ട ഒരു ധർമ്മമുണ്ട്. അലാവുദ്ദീൻ ഖിൽജിന്റെ ടൈമിലും ഒരു ടാക്സ് കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടാക്സിന്റെ പേരാണ് ചറായി. അടുത്തതായിട്ട് നമ്മൾ ഈ ടാക്സേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ തന്നെ ഈ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ആനിമൽസ്, അല്ലെങ്കിൽ അവര് പാസ് ടൈമിന് പോകുന്ന ആനിമൽസ്, അതായത് പാസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ആനിമൽസ്, അത് കുതിരയുണ്ട്, വലിയ വലിയ നായ്ക്കളുണ്ട്, ആനകളുണ്ട്. ആനകളെ മേലെ ഇരുന്നിട്ട് നോടുകൂടെ
ട്രംപറ്റ്സ് അടിച്ചു പോകുമ്പോഴത്തേക്കും കാടിളക്കിയിട്ടാണ് പിന്നെയാണ് ഈ വേട്ട ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ ആവശ്യമുള്ള സപ്പോർട്ട് ഗവൺമെന്റിന് സപ്പോർട്ട് കിട്ടുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. ഗവൺമെന്റിന്റെ ടാക്സ് ആണ് അതിന് ഉപയോഗിക്കുക, ആ പണമാണ് അതിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ സാധനങ്ങളാണ് ഉപയോഗിക്കുക. ഇതുകൂടാണ്ട് രാജ്യം അവരുടെ സ്ഥലത്തിലുള്ള ധാതുക്കൾ, ലവണങ്ങൾ എല്ലാം വളരെ സൂക്ഷ്മിച്ച് കൺട്രോൾ ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ രാജാവ് ഓർഡർ ഇടും. അതായത് എന്തെങ്കിലും ആനിമൽസിനെ ആവശ്യമില്ലാണ്ട് ആനിമൽസിനെ കൊല്ലുകയോ അതേമാതിരി മരങ്ങൾ മുറിക്കുകയോ ചെയ്താൽ അതൊക്കെ അത് രാജ്യത്തിലുള്ള ഈ ജോഗ്രഫീനെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ള വിധത്തിൽ അവർക്ക് പണിഷ്മെന്റ് കിട്ടും. അത് ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാണ്ട് സ്ലോട്ടറിങ്, അതായത് ആവശ്യമില്ലാണ്ട് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അതേമാതിരി മരങ്ങൾ വെട്ടാൻ പാടില്ല. ഇനി കലാമിറ്റീസ്, ഏതെങ്കിലും നാച്ചുറൽ ആയിട്ട് കലാമിറ്റീസ് എന്ന് വരുമ്പോഴത്തേക്കും എർത്ത് ക്വേക്ക് ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, ഡ്രൗട്ട് ഉണ്ട്, വെള്ളം തീരെ ഇല്ലാണ്ട് വരുന്ന സമയമുണ്ട്, കൂടുതലായിട്ട് മഴ പെയ്ത് വെള്ളം വരുന്ന സമയമുണ്ട്, എർത്ത് ക്വേക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സർക്കംസ്റ്റൻസിൽ, അങ്ങനെ ഒരു സമയത്ത് ഗവൺമെന്റിന്റെ സപ്പോർട്ട് അവിടുത്തെ ആൾക്കാർക്ക് കിട്ടണം. അപ്പോൾ ഇത് മാത്രമല്ല, വളരെ സിവിയർ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് വരും. കൂടുതലായിട്ട് മഞ്ഞ് പെയ്യുക, കൂടുതലായിട്ട് മഴ പെയ്യുക, റിവർ മഴ പെയ്ത് അല്ലെങ്കിൽ ഉരുൾപൊട്ടി റിവറിന്റെ റൂട്ട് മാറിപ്പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് അവർക്ക് മനുഷ്യർക്ക് ജീവിക്കാനുള്ള ദത്തപ്പാടുണ്ടാവും. അപ്പോൾ ഗവൺമെന്റ് ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് നേച്ചറിനെ ഉപദ്രവിക്കാണ്ടിരിക്കുക, നേച്ചറിനെ റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള അവര് ജുഡീഷ്യറിയിലും ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു മിഡിൽ കാലഘട്ടങ്ങളിൽ. ഇനി തീരെ മഴയില്ല, ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ തീരെ മഴയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതൊരു ക്ഷാമം, ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഒരു കേസ് വരുന്നുണ്ട്. പിന്നെ വലിയ വലിയ മരങ്ങളെ ക്ലിയർ ചെയ്ത് അവിടെ ഫോറസ്റ്റ് ലാൻഡിനൊക്കെ ക്ലിയർ ചെയ്ത് അഗ്രികൾച്ചറൽ ലാൻഡാക്കി മാറ്റുകയും മനുഷ്യൻ താമസിക്കാനുള്ള ഹാബിറ്റാറ്റ് ആക്കി മാറ്റുക, മനുഷ്യനെ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് അവൻ അറിയാണ്ട് കൊണ്ടുപോവുക. അതായത് ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയും നമ്മളതിനെ. ഒരു സ്ഥലത്ത് സ്വയമായിട്ട് മാറിപ്പോകുന്നത് അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവര് വേറെ എവിടെയാണോ പച്ചപ്പുള്ളത്, വേറെ എവിടെയാണോ വെള്ളം കിട്ടാൻ വഴിയുള്ളത് അങ്ങോട്ട് അവര് മാറിപ്പോകുന്നു. അതായത് നാച്ചുറൽ ആയിട്ടുള്ള നേച്ചറിൽ വരുന്ന കലാമിറ്റീസ്, ഭൂകമ്പം എല്ലാത്തിലും അതിന് അപ്ലിക്കബിൾ ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, വേറെ സ്ഥലം നോക്കി പോകും. ഇനി ഫ്ലഡ് ആണ് വന്നത്. ഫ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും പെരുമഴയും വലിയ വലിയ നമ്മള് ഈ 1341 നമ്മുടെ പെരിയാറില് ഭയങ്കരമായിട്ട് വെള്ളം കയറുകയും, അപ്പോ പെരിയാർ റിവറിൽ നമുക്ക് കൊച്ചിൻ ഹാർബർ ഉണ്ടായത് അങ്ങനെയാണ്. അത് കയറിയ ക്രാങ്കന്നൂർ എന്ന് പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ പോർട്ടായിരുന്നു. ആ കൊടുങ്ങല്ലൂർ പോർട്ട് നശിച്ചു പോകുന്നു ഈ ഫ്ലഡ് കാരണം. പിന്നെ കൊച്ചിൻ ഹാർബർ എന്നുള്ള പോർട്ട് ഡെവലപ്പ് ആവുന്നു. അപ്പോ ഈ ഓരോ കാലഘട്ടത്തിലും ഇതുമാതിരിയുള്ള ഇപ്പൊ കഴിഞ്ഞ വളരെ റീസെന്റ് ആയിട്ടാണ് നമ്മൾ 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാവുന്നു. വെള്ളപ്പൊക്കം വന്നതിന് ശേഷമാണ് നമുക്കിടെ എറണാകുളം, ആലപ്പുഴ ഭാഗങ്ങളിൽ കൂടെ നമ്മൾ ഒരു പ്രത്യേകതരം അരി, അതിനെ പൊക്കാളി എന്നാ പറയാ, പൊക്കാളി റൈസ്. ആ പൊക്കാളി റൈസ് നടാനുള്ള ഒരു വെറ്റ്ലാൻഡ്സിൽ ടൈഡ്സ് വരുന്നുണ്ട്. ഇവിടെ വെള്ളം ഏറ്റവും ഇറക്കവും അനുസരിച്ചിട്ടുള്ള അതൊരു പൊക്കാളി പാടങ്ങൾ അത് വിത്ത് വിതയ്ക്കുകയും അത് പെട്ടെന്ന് ബലമായി എടുക്കാനും പറ്റും. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ കാലഘട്ടത്താണ്. അതേമാതിരി തന്നെ റൈസിന്റെ വ്യത്യാസം ബാക്ക് വാട്ടേഴ്സിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കായൽ തീരങ്ങളിൽ ഉപ്പിന്റെ അംശം വരുന്നുണ്ട്. അപ്പൊ ഉപ്പിന്റെ അംശം വരുമ്പോഴത്തേക്കും അവിടെ വളരുന്ന ചെടികളെല്ലാം വലിയ പൊക്കത്തിൽ, നല്ല പൊക്കത്തില് 1.5 മീറ്റർ വേവില് അത് അത്രയും പൊക്കത്തിലേക്ക് വളർന്നു വരാനുള്ള കാരണം ഈ വേവ്സ് അല്ലെങ്കിൽ ടൈഡ്സ്, ഏറ്റവും ഇറക്കും, വേലിയേറ്റവും വലിയ ഇറക്കും,
അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി അത് വളരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ റൈസ് ഈ പ്രത്യേകതരം റൈസ് ഇത് ഉപ്പുവെള്ളത്തിനെ എതിർത്തിട്ട് അത് വളരാനും അത് റൈസായി മാറാനുള്ള വെതറിങ് കണ്ടീഷൻസും ഈ ഫ്ലഡ് വഴി നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതേമാതിരി മഹാബലിപുരം, അതായത് തമിഴ്നാട്ടില് സീ കോസ്റ്റ് ആണ്, ഈസ്റ്റേൺ സൈഡിലുള്ള സീ കോസ്റ്റ് ആണ്. മാമല്ലപുരമാണ് മഹാബലിപുരമായിട്ട് മാറിയത്. അതും ഇതേമാതിരി പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഒരുപാട് അവിടെ മഹാബലിപുരത്ത് നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, അവരുടെ കല്ലിൽ ചെയ്താൽ, അതിന് തമിഴില് പറയാറുണ്ട് കല്ലെല്ലാം ചില ചെയ്താൻ പല്ലവരാജ. അപ്പൊ ആ കല്ലിൽ കൊത്തി ഉണ്ടാക്കി ഒറ്റ വലിയ വലിയ കല്ലുകളാണ് അവര് അമ്പലം മാതിരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കുറെ ഉണ്ടായിരുന്നു. ആ 3200, 300, 560 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സോയിൽ ഇറോഷൻ കാരണം കുറെയൊക്കെ വെള്ളത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ കടല് കയറും അല്ലെങ്കിൽ വെള്ളം വന്ന് കയറി അങ്ങനെ ഫ്ലഡ്സില് കുറെയൊക്കെ മഹാബലിപുരം നശിച്ചും പോയിട്ടുണ്ട്. ഈ ടെമ്പിൾ, അതായത് റോക്ക് കട്ട് ടെമ്പിൾ എന്ന് പറയുന്നത്, ഈ റോക്ക് ടെമ്പിളിന്റെ കൂടെ ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിതശൈലികളെ പറ്റിയും എങ്ങനെയാണ് രാജാവ് ഭരിക്കേണ്ടതിനെ പറ്റിയെല്ലാം കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയില് നമുക്ക് കാണാൻ പറ്റും, പല പോർട്ടുകളും, ഗുജറാത്തിലുള്ള പോർട്ട് ആയിക്കോട്ടെ, 17ാം സെഞ്ചുറിയില് സൂറത്തില് എമർജ്ഡ്, അത് വലിയൊരു പോർട്ടായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു സ്ഥലത്ത് നശിച്ചു പോയാൽ വേറൊരു സ്ഥലത്ത് അത് വേറെ വിധത്തിലായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ക്ലൈമറ്റ് എക്സ്ട്രീംസ് ഉള്ളതുകൊണ്ടാണ് ഈ മൺസൂണൽ ലാൻഡ് അല്ലെങ്കിൽ മൺസൂണൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും പല കാലഘട്ടങ്ങളിൽ വരുന്നത്. ഇനി ഈ നാട്ടിൽ തന്നെ എർത്ത് ക്വേക്ക് വരുന്നുണ്ട്, ഭൂകമ്പം വരുമ്പോഴത്തേക്കും ഇത് മനുഷ്യന് മാത്രമല്ല, നദികൾക്കും അതേമാതിരി സിറ്റികൾക്കും എല്ലാം എഫക്റ്റ് ആണ്. എവിടെയാണോ കൂടുതൽ പവർ വരില്ല, പവർ അല്ല, എർത്ത് ക്വേക്കിന്റെ സെസമി സെന്റർ എന്നാ പറയാ അതിന്, അവിടെ പവർ കൂടുതൽ വരുന്നിടത്ത് കൂടുതലായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. ഈ നാശനഷ്ടങ്ങളിനെ പറ്റി ഇറ്റാലിയൻ ട്രാവലർ നിക്കാലോ മക്കാരി പറഞ്ഞിട്ടുണ്ട്. കനാൽസ്, ആ സമയത്തുണ്ടായിരുന്ന കനാൽസ്, ആ വെള്ളം കൊണ്ടുപോയിരുന്ന കനാൽസിൽ കൂടെ അത് അവിടെ മുഴുവൻ ഡ്രൈ ആയി പോവുകയും അവിടെ സൾഫറിന്റെ കണ്ടന്റ് മനസ്സിലാക്കുകയും ചെയ്തു. സൾഫർ നമുക്ക് കുടിക്കാൻ പറ്റില്ല, സൾഫറുള്ള വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെ സിവിയർ ആയിട്ടുള്ള എർത്ത് ക്വേക്ക് 1702 അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതേ റീജിയനില്. പിന്നെന്താ വെച്ചാൽ ഈ കടൽ വെള്ളത്തില് അല്ലെങ്കിൽ റിവറിലും നദിയിലെ വെള്ളത്തിലും സൾഫർ കണ്ടന്റ് വരുന്നു. ഈ സൾഫർ കണ്ടന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഡയേറിയ, ഡീഹൈഡ്രേഷൻ ഇങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും ആ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ. ഇനി കൂടുതലായിട്ടുള്ള മഴ, അതേമാതിരി മഞ്ഞ് പെയ്യുക. അപ്പൊ റെയിൻഫോൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോ 30 കൊല്ലത്തെ റെയിൻഫോളിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ വെതർ ചാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ വരവ്, മൺസൂണിന്റെ വരവ് കറക്റ്റ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ, നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ അത് എഫക്റ്റ് ആവും. ഒരുപാട് മഴ പെയ്താലും മോശമായിരിക്കും, തീരെ മഴയില്ലെങ്കിലും മോശമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 30 കൊല്ലം മഴ പെയ്യുന്നതിനെ അത് കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്രഡിക്ഷൻസ് കൊണ്ടുവരിക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ എന്താ പറ്റുക വെച്ചാല്, നമ്മൾ കണ്ടിട്ടുണ്ട് നദി കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നു. അപ്പൊ കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ നദിയുടെ സൈഡുകളിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ലോ ലൈങ് ഏരിയയിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിന് അത് എഫക്റ്റ് ആവും. അവരുടെ വീടുകളും അവരുടെ കൃഷി സ്ഥലങ്ങളും എല്ലാം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലാണുമ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ മഞ്ഞ് പെയ്യുക, ആലിപ്പഴം എന്നൊക്കെ പറയും, മഞ്ഞ് പീസ്, വളരെ കൂടുതലായിട്ടുള്ള മഞ്ഞ് വീണ് കഴിഞ്ഞാലും അത് അടച്ചു പോകും, റോഡ് അടച്ചു പോകും, മരങ്ങളൊക്കെ അമുങ്ങിപ്പോകും, അല്ലെങ്കിൽ മനുഷ്യന്റെ മേത്ത് മഞ്ഞ് വീണാലും ശ്വാസം മുട്ടി ഫ്രീസായിട്ട് ബ്ലഡ് ഒക്കെ അങ്ങോട്ട് സ്റ്റോപ്പായി മരിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മിഡീവൽ പീരീഡില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
അതിന്റെ പരിണാമങ്ങളായിട്ട് മനുഷ്യരാശിക്കും അതിന്റെ പരിണാമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ ഓരോ കൺട്രിയിൽ ഓരോ ഭാഗത്തിലുള്ള ഫ്ലോറ ആൻഡ് ഫോണ അത് എത്രത്തോളമാണോ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ മനുഷ്യന്റെ കൺട്രോളിൽ വെക്കാൻ പറ്റുക എന്നുള്ളത് ഗവൺമെന്റ് അവിടെ ആ ടൈമിൽ ഉണ്ടായിരുന്നവർ നോക്കിക്കൊണ്ടിരുന്നു. അതേസമയം തന്നെ ഇതിനെപ്പറ്റി ആനിമൽസിനെ പറ്റിയും പ്ലാന്റ്സിനെ പറ്റിയും ഉള്ള ഒരു പുസ്തകമുണ്ട്, മൃഗീയ പക്ഷിശാസ്ത്ര എന്ന് വെച്ചാൽ അത് എഴുതിയത് ഹംസദേവയാണ്, ജെയിൻ പോയറ്റ്. അവര് ഒരു ഇതിനെപ്പറ്റി മൃഗം എന്ന് വെച്ചാൽ നമ്മളുടെ ആനിമൽസ്, പക്ഷി എന്ന് വെച്ചാൽ പക്ഷികളായിട്ടുള്ള എല്ലാ അതിനെ പറ്റിയുള്ള ശാസ്ത്രം, അതിനെ പറ്റിയാണ് ഇങ്ങേരെ എഴുതി 13ാം സെഞ്ചുറിയിൽ എഴുതി രാജാവ് ജെയിൻ പോയറ്റിന്റെ കാലഘട്ടത്തിൽ കിങ് എഴുതിപ്പിച്ചു. അതിനെപ്പറ്റി എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതേമാതിരി മുഗൾ എംപറർ ബാബറും ജഹാംഗീറും വളരെ ക്ലിയർ ആയിട്ട് ഈ ഫ്ലോറയും ഫോണയും ശ്രദ്ധിക്കണം എന്നുള്ളത് അവര് നിർബന്ധമായിട്ട് ആ കാലഘട്ടത്തിൽ അവര് നോക്കിക്കൊണ്ടിരുന്നു. ഇനി അടുത്ത് വരുന്നത് എക്സോട്ടിക് ആനിമൽസ് ആണ്. എക്സോട്ടിക് ആനിമൽസ് കാണാത്ത ആനിമൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, അതൊരു ഡിപ്ലോമസിയാണ്. ആ ഡിപ്ലോമാറ്റിക് മെത്തേഡാണ് രാജാക്കന്മാരുടെ. ഒരു രാജ്യത്തിലുള്ള രാജാവ് വേറെ രാജാവിന് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുവിടുന്നു. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും ഒരുപാട് 100 ലയണ്, 400 ചീറ്റ, 6000 ടർക്കിഷ് ഹോഴ്സ്, 1200 എലിഫന്റ്സ്, 2000 ക്യാമൽസ്. ഇതൊക്കെ റെയർ ആനിമൽസ് ആണ്. റെയർ ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സീബ്രാസ്, ഡോഡോസ് ആൻഡ് ജിറാഫ്സ്, ഇതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് മെത്തേഡിൽ മിഷൻ ആയിട്ട് അവർ കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ നോബിൾ ഉണ്ടായിരുന്നു മിർ ജാഫർ, അങ്ങേർക്ക് ഒരു കുതിര, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സീബ്ര ഫോർമർ ആയിട്ടുള്ള ട്രാവലിംഗ് ടൈമിൽ എത്യോപ്യയിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുത്തതാണ്. ഇവിടെ ക്ലാര എന്ന് പറയുന്നത് റൈനോന്റെ പേരാണ്. ഈ ക്ലാര റൈനോ എന്ന് പറഞ്ഞാൽ റൈനോസറസ്, നമ്മൾ പറയില്ലേ ഈ പല വിധത്തിലുള്ള റൈനോസറസ്. അപ്പൊ ഇവിടെ എലിഫന്റ്സ് ഉണ്ട്, റൈനോസറസ് ഉണ്ട്. ഇതില് ഒരെണ്ണത്തിനെയാണ് ക്ലാര എന്നാണ് കൊടുത്തത്. ഇതിനെ ഡിപ്ലോമാറ്റിക് ഗിഫ്റ്റ് എന്നുള്ള ലെവൽ ഒരു രാജ്യത്തിലേക്ക് ഒരു രാജാവ് കൊടുക്കുന്നു. ആ ക്ലാര എന്നുള്ള റൈനോസറസ് യൂറോപ്യൻ കാലഘട്ടത്തിൽ 1740 മുതൽ 50 വരെ യൂറോപ്പിൽ ഉണ്ടായിരുന്നു. അവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ യൂറോപ്പിലുള്ള റോക്കോ പെയിന്റേഴ്സ് അവരെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അവള് ലൂയി ദ 16th ആണ് അവളെ റിസീവ് ചെയ്യുന്നത് വെർസൈൽസില്. അപ്പോ ഇത്രത്തോളം ഒരു റൈനോസറസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു റൈനോസറസ്, ഫീമെയിൽ റൈനോസറസിന് പേരും കൊടുത്ത് പോർട്രേറ്റ് ഒക്കെ കൊടുക്കുന്ന വിധത്തിൽ കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം അവർ അതിനെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഉസ്താദ് മൻസൂർ എന്ന് പറയുന്ന വിദ്വാൻ നേച്ചർ സ്പെഷ്യലിസ്റ്റ് ആണ്. ലോകത്തിൽ ഇവിടെ ഒരു ജഹാംഗീറിന്റെ കോർട്ടില് അതായത് അങ്ങേരുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പെയിന്റർ ആണ് ഉസ്താദ് മൻസൂർ. അങ്ങേര് വളരെ വൃത്തിയായിട്ട് നേച്ചർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. ആ നേച്ചർ സ്റ്റഡീസ് ചെയ്യുകയും അതിൽ കാണുന്ന സാധനങ്ങളെ പടം വരയ്ക്കുകയും അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഉസ്താദ് മൻസൂർ ഒരു ടർക്കി, ആ സമയത്ത് മുഗൾ രാജാക്കന്മാർക്ക് അറിയാത്ത ഒരു മൃഗമാണ് ടർക്കി. ഈ ടർക്കിനെ പടം വരച്ചു, സീബ്രാനെ പടം വരച്ചു, ഡോഡോനെ പടം വരച്ചു. ഡോഡോവും യുറേഷ്യൻ റെഡ് സ്ക്വിരൽസ് ഇതൊന്നും ഇവിടെ ഉള്ളവർ കണ്ടിട്ടില്ല. ഇതൊക്കെ യുറേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ പെയിന്റിങ്ങിനെ ഉണ്ടാക്കി ആ ഡൂഡോ അങ്ങേരുടെ പെയിന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആ ആനിമല് അല്ലെങ്കിൽ ആ ബേർഡ് ആ സമയത്ത് അതിന്റെ അവസ്ഥയിലേക്ക് തീർന്നു പോകുന്ന എക്സ്റ്റിങ്ക്ഷൻ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു പക്ഷിയാണ്. അപ്പൊ അതേമാതിരി തന്നെ ഈ യുറേഷ്യൻ റെഡ് സ്ക്വിരൽസിനെയും
ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ മുഗൾ രാജാക്കന്മാർക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണം? നേച്ചറിനെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ നല്ല പോലെ നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷിക്കുക മാത്രമല്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് യുറേഷ്യൻ റെഡ് സ്ക്വിരൽ. അതിന്റെ നമ്മളുടെ നാട്ടിലുള്ള സ്ക്വിരൽമാർ തന്നെയാണ്, പക്ഷെ അതിന്റെ കളർ വ്യത്യാസമുണ്ട്. അതിന്റെ ബോഡി സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്ക്വിരൽസിന്റെ ഒക്കെ മുതുകിൽ ഒരു 3 വരമാരി കാണാം, ഒരു ചാര കളറായിരിക്കും. ഇത് റെഡ് സ്ക്വിരലാണ്. അത് ഒരു വളരെ സ്പെഷ്യലായ ഒരു സ്പീഷ്യസ് ആണ്. അടുത്തത് ഞാൻ പറഞ്ഞു ബേർഡ്, ഡൂഡോ എന്ന് പറഞ്ഞ ബേർഡ്. ഈ ബേർഡ് അതിന്റെ വംശം തീർന്നു പോയ ഒരു ബേർഡാണ് ഡൂഡോ എന്ന് പറയുന്ന ബേർഡ്. അപ്പൊ ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം, നമ്മളെ എത്രത്തോളം നേച്ചറിനെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിലുള്ള പക്ഷി മൃഗാദികളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ അതിനാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ന്യൂ വേൾഡിൽ കൊണ്ടുവരാണ്. അപ്പൊ ജിസ്യൂട്ട്സ് ഓഫ് ഗോവ അവരൊരു സിസ്റ്റമാറ്റിക് മാംഗോ ഗ്രാഫ്റ്റിംഗ് 16ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുന്നു. ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ മരത്തിനെ കട്ട് ചെയ്തിട്ട് വേറൊരു മരത്തിനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് അതിൽ ആ ഗ്രാഫ്റ്റിൽ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഷോർട്ടായിട്ട് പെട്ടെന്ന് വളർന്ന് ചെറിയ പ്രായത്തിൽ വളർച്ച എത്തുമ്പോൾ തന്നെ 2-3 കൊല്ലം കഴിയുമ്പോൾ തന്നെ കായ്ക്കാൻ പറ്റുന്ന, അപ്പൊ ഒന്ന് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മരവും പിന്നെ പെട്ടെന്ന് നല്ല മധുരമുള്ള അങ്ങനത്തെ ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മുഗൾസ് ഈ ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വെറൈറ്റീസ്, ഇപ്പൊ നമുക്കിപ്പോ ഈ കാലഘട്ടത്തിൽ ഈ മാസങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള മാങ്ങകളുണ്ട്. അൽഫോൺസ ഉണ്ട്, നീലമുണ്ട്. അപ്പൊ പല വെറൈറ്റി മാങ്ങകളുടെ ഫ്രൂട്ട്സിൽ രാജാവാണ് മാങ്ങ. അപ്പൊ ആ മാങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കാനും മുഗൾസ് ഈ ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചു. അക്ബറിന്റെ കാലഘട്ടത്തിൽ ദർബാനയില് വളരെ ലാൽബാഗ് ഭയങ്കര വലിയൊരു ഓർക്കേഡ് തന്നെ ഉണ്ടാക്കി. മാംഗോ ട്രീസിന്റെ ഓർക്കേഡ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് അവിടെ ട്രീകൾ വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിനെ പരിപാലിപ്പിക്കുക, ആൾക്കാരെ വെച്ച് പരിപാലിപ്പിക്കുക, അതിനെ നല്ല വിധത്തിൽ വളർച്ചയെത്തിയ മാങ്ങ കൊടുക്കുക. അപ്പൊ മാമ്പഴത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടെ അത്രയും നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ രാജാക്കന്മാർ എന്ന് നമുക്ക് പറയാം. അലി ഖുസിൽ അഫ്സർ ആ ഗവർണർ ആയിരിക്കുന്ന സമയത്ത്, അതായത് അക്ബറിന്റെ കാലഘട്ടത്തിൽ ഗവർണർ ആയിരിക്കുന്ന അങ്ങേരെ സ്വീറ്റ് ചെറി എന്ന് പറഞ്ഞ ഒരു സാധനം കാശ്മീർ വാലിയില്, കാശ്മീരിൽ ഇവരുടെ ഒരു മുഗൾ പാലസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സീസണൽ പാലസ് ഉണ്ട്. രാജാക്കന്മാർ വന്ന് താമസിക്കുന്ന സീസണൽ പാലസ് ഉണ്ട് കാശ്മീരിൽ. ആ നദീ തടാകത്തിൽ പോയാൽ കാണാം, നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഉണ്ട് കാശ്മീരിൽ. അപ്പോൾ മുഗൾസിന്റെ ഇമ്പീരിയലിസത്തിന്റെ അവരൊക്കെ മുഗൾ രാജാക്കന്മാർ മുഴുവനും ഗാർഡനും വാട്ടർഫാൾസും ഒക്കെ വളരെ താല്പര്യത്തോടെ പരിപാലിക്കുന്ന രാജാക്കന്മാരാണ്. അപ്പൊ സ്വീറ്റ് ചെറി കാശ്മീരിൽ നമുക്ക് കാണാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗ്രാഫ്റ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ. പിന്നെ ജഹാംഗീർ പൈനാപ്പിൾ, ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിളിന്റെ ഒരു പ്രത്യേക തരത്തായ ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതേമാതിരി അമേരിക്കോസിനും ടൊബാക്കോ, ചില്ലി, പൊട്ടറ്റോ, കസ്റ്റേർഡ് ആപ്പിൾ, പൈനാപ്പിൾ, കാഷ്നട്ട്, ഗോവ ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഈ ബിസിനസ്സുകാര്, യൂറോപ്യൻ ട്രേഡേഴ്സ് വരെ കൊണ്ടുവന്ന് ഇവിടെ നട്ടു വളർത്തി വലുതാക്കി എടുക്കാൻ അവര് സഹായിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഡൈവേഴ്സിറ്റിയും നമ്മളുടെ ആൾക്കാർക്കുള്ള ക്യൂരിയോസിറ്റിയും കാരണം ഇത് രാജാക്കന്മാർ തന്നെ ഇത്രയും അറ്റൻഷൻ അതിന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരും നാച്ചുറലായിട്ട് അതിനെപ്പറ്റി അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങും. പിന്നെ ഏതൊക്കെ മൃഗത്തിനെ നമുക്ക് വേട്ടയാടാം, ഏതിനെ വേട്ടയാടാൻ പാടില്ല, പലതരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിരുന്നു വേട്ടയ്ക്ക്. ആ വേട്ടയ്ക്ക് ടെക്നിക്സിന്റെ ഈ റൂളേഴ്സ് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന കരക്കസൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആനിമൽസിനെ പല വിധത്തിലും മെത്തേഡ്സ് മാറ്റിയാണ് അവര് അതിനെ അറ്റാക്ക് ചെയ്തിരുന്നത്. ഒരുപാട് ഹാബിറ്റാറ്റും ഹണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യയില് അത് തീർച്ചയാകുന്നവരെ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന്റെ റീപ്രൊഡക്ഷൻ
എൻകറേജ് ചെയ്യുക, ഈ പിടിക്കുന്ന മൃഗങ്ങളുടെ റീപ്രൊഡക്ഷനും അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ എങ്ങനെയാണ് എലിമിനേഷൻ ചെയ്തത് എന്ന് നോക്കാം. അപ്പൊ ഡൽഹി സാൾട്ടനേറ്റിൽ പറയില്ല, അവര് രാജാക്കന്മാര് ഷേർ ഖാൻ എന്നൊക്കെ പാട്ടുണ്ടാവും, കൊന്നിട്ട് അതിന്റെ മേലെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക. അപ്പൊ ഒരു ലയനെ അല്ലെങ്കിൽ ഒരു സിംഹത്തിനെ അവർക്ക് പിടിക്കാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ അതിന്റെ പെറോഗേറ്റീവ് ഉള്ളൂ. വേറെ ആരും സിംഹത്തിനെ ഹണ്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ പ്രോസസ്സ് കൂടിയാണ് എലിമിനേഷൻ എന്ന് പറയാ. വേറെ ആരും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ വലിയ വലിയ ആനിമൽസിനെയും ഹൈബ്രിഡൈസേഷൻ കൊണ്ടുവരികയും അതിനെ മെയിൽ ആനിമൽസിനെ ക്രോസ് ചെയ്ത് ഫീമെയിൽ ബാർബറി ഗോഡ്സുമായിട്ടും അവർക്ക് റീപ്രൊഡക്ടറി മെത്തേഡ്സ് അല്ലെങ്കിൽ അവരുടെ വംശം പിന്നെ വേറൊരു പുതിയൊരു വംശത്തിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിച്ചിരുന്നു. അക്ബർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ആനിമൽസിനെയും ഹോഴ്സസിനെയും അതേമാതിരി എലിഫന്റ്സിനെയും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതുങ്ങളുടെ ഭാവി തലമുറയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മൊബിലിറ്റി, ആനിമൽസിന്റെ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുമിച്ച് വാർ ആനിമൽസ് എന്ന് വെച്ചാൽ കുതിര, ആന, പിന്നെ കോസിംഗ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വംശവർദ്ധനയ്ക്കുള്ള ആനിമൽസ്. പാക്ക് ആനിമൽസ് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുന്ന ആനിമൽസ് ആണ്. അത് ഹെവി ലോഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാള, കുതിര, അങ്ങനത്തെ എന്താ പറയാ കഴുത, ഇതൊക്കെ ക്യാരിയിങ് മെസ്സഞ്ചേഴ്സ് ആണ്. ക്യാരിയിങ് ലോഡ്സ് വലിയ കാലഘട്ടങ്ങൾ കൊണ്ടുപോകുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കഴുതപ്പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അവരെ ഉപയോഗിച്ചിരുന്നു, മൃഗങ്ങളെ അവർ ഉപയോഗിച്ചിരുന്നു. ഇത് മാത്രമല്ല ഒരു 12,000 ഹോഴ്സസിനാണ് അവര് വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുല്ല് കിട്ടാൻ ഒരു ഷോർട്ടേജ് വരുമ്പോഴാണ് അവര് വേറെ ഹോഴ്സസിനെയും കൂടാണ്ട് വേറെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമൊക്കെ ഹോഴ്സസിനെ കൊണ്ടുവരുന്നു. ഈ കാലഘട്ടത്തിൽ മൻസംദാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൻസംദാർ എന്ന് പറയുന്ന അവരുടേതായ ഒരു സ്വന്തം ഒരു ഗ്രൂപ്പ് ആർമി എപ്പോഴും റെഡി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ചെലവ് മൻസംദാർ തന്നെ ചെയ്യണം. രാജാവിന് പെട്ടെന്നൊരു ഒരു ആവശ്യം വന്നാൽ പല വിധത്തിലുള്ള മൻസംദാർസിന്റെ ആർമീനെ കൂട്ടിയിട്ടാണ് രാജാവിന്റെ ആർമിയായിട്ട് മാറ്റുക. അപ്പോ മുഗൾ മൊബൈൽ ക്യാമ്പില് ഇവര് വളരെ കൂടുതലായിട്ടുള്ള ഈ ആനിമൽസിനെ കാണാൻ പറ്റും. ഈ നമ്മൾ ആനിമൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും അവർക്ക് കെയറും കൊടുത്ത് മെയിൻ്റെനൻസും കൊടുത്ത് ഇവരുടെയൊക്കെ ഹോഴ്സസിന്റെയും ട്രീറ്റ്മെന്റ് വരെ നമ്മൾ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയാം, ആ ട്രീറ്റ്മെന്റ് വരെ നടന്നിരുന്നു. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് പിന്നെ നമ്മൾ കണ്ടുന്ന കബൂത്തറാന, കബൂത്തർ എന്ന് വെച്ചാൽ പക്ഷി, ഈ ഇതാണ് പറന്നു പോകുന്ന പിജൻസ് ആണ്. അവരെ ബ്രീഡ് ചെയ്യുക, അവരെ വഴി എന്താ പറയാ ദൂതന്മാരെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. പിജിൻസിന് നമുക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ദൂതനാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവരുടെ ദൂത് പോകുന്നതിനും അവർക്ക് വളരെ ട്രെയിൻഡ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരും. അപ്പോ ഇങ്ങനത്തെ അവർക്ക് ആനിമൽസിനും ബേർഡ്സിനും വേണ്ട ട്രെയിനിങ്, അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ മെഡിക്കൽ കെയർ, അവരുടെ റീപ്രൊഡക്ഷൻ, ഇതെല്ലാം വളരെ വളരെ കാര്യമായിട്ട് നമ്മുടെ മുഗൾ രാജാക്കന്മാർ ചെയ്തിരുന്നു എന്ന് പറയാം. ഇതിന്റെ ആനിമൽസ് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽ ഫ്ലഷ് ഉപയോഗിച്ചിരുന്നു എങ്കിലും വൈൽഡ് ആയിട്ടുള്ള ചില ആനിമൽസിന്റെയൊക്കെ ബേർഡ്സിന്റെയൊക്കെ മാർക്കറ്റിൽ വിറ്റിരുന്നു. വളരെ ചീപ്പായ പ്രൈസിൽ മാർക്കറ്റിലും വിൽക്കാൻ കിട്ടിയിരുന്നു. അപ്പൊ ഈ ആനിമൽസിന്റെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ബേർഡ്സിന്റെ കഴിക്കാം, എക്സെപ്റ്റ് ചിലതൊന്നും അവർ സമ്മതിച്ചിരുന്നില്ല. കൗ പാടില്ല, ഓക്സൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനും ഇട്ടിരുന്നു. മട്ടനോ വെൻഷനോ പോർക്കോ സ്പാരോസോ റാറ്റ്സോ കാറ്റ്സോ ഇതെല്ലാം മാർക്കറ്റില് ഇതിന്റെ മാംസാദികൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഇത് കൂടാണ്ട് നാച്ചുറൽ യൂസ് ഓഫ് റിസോഴ്സസ് എന്താന്ന് വെച്ചാല് നമ്മള് കിട്ടുന്ന സ്ഥലത്തിനെ
ഏത് വിധത്തിൽ അഗ്രികൾച്ചറൽ എക്സ്പാൻഷനിലേക്ക് കൊണ്ടുപോകാം. ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ എവിടെയാണോ വെള്ളമില്ലാത്തത് അവിടെ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ വഴി പ്രോജക്ട്സ് വഴി അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇറിഗേഷൻ പ്രോജക്ട്സ് ഫിറോസ് ഷാന്റെ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ മേജർ ആയിട്ടുള്ള ഒരു ഫെമൈൻ വന്നു, അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം വന്നു. അപ്പോഴാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു എയ്ഡ് കൊടുത്തിട്ടുള്ള, ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ള കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്സ് ആണ്. ബിസൈഡ് ഖാരിഫ് ക്രോപ്സ് കൂടാണ്ട് റാബി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്ഷ്യക്ഷാമം കുറയും. ഭക്ഷ്യക്ഷാമം കുറയുന്നത് മാത്രമല്ല, ഭക്ഷ്യ സാധനങ്ങളുടെ വിലയിലും കുറവ് വരും. വിലയിൽ കുറവ് വന്നാൽ മാത്രമേ ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അവർ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്തിരുന്നു. ഇനി അടുത്തതായിട്ട് വരുന്നത് വാട്ടർ മാനേജ്മെന്റ് ആണ്. വാട്ടർ മാനേജ്മെന്റ് എത്രത്തോളം കനാൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഫസ്റ്റ് റൂളർ. കൺസ്ട്രക്ഷൻ ഓഫ് കനാൽസ്, കനാൽ കെട്ടി വെള്ളത്തിന് ഡൈവേർട്ട് ചെയ്ത് എവിടെയാണോ ആവശ്യം അവിടെ കൊണ്ടുപോവുക. ഫിറോസ് ഷാ തുഗ്ലക് വലിയ കനാൽസും ഉണ്ടാക്കി, ലാർജ് സ്കെയിലിൽ കനാൽസ് ഉണ്ടാക്കി വെള്ളം വലിച്ചു കൊണ്ടുപോവാണ്. അതിന് കൊണ്ടുപോയി ആ കൃഷി സ്ഥലത്ത് എത്തിക്കുക. മുഗൾസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, ഇൻട്രിക്കേറ്റ് വാട്ടർ സിസ്റ്റം മാനേജ്മെന്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അവർ ക്വാഥാസ് എന്ന് പറയും, ഒരു കൺട്രിയിൽ ഉണ്ടായിരുന്നു. ക്വാഥാസ് ഇസ് എന്താ പറയാ, അറബി വേർഡാണ്. അറബി വേർഡിൽ അതിന്റെ അർത്ഥം കനാൽ എന്നാണ്. അപ്പൊ ആ കനാലിന്റെ പേരാണ് ഖാരിസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ കനാൽ സിസ്റ്റം. നോക്കിക്കോളൂ, വെള്ളം ഇങ്ങനെ നോണ്ടി ഡൈവേർട്ട് ചെയ്ത് പാറയ്ക്കടവഴി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ക്വാൻഡാത്ത് ഓർ ഖാറിസ് സിസ്റ്റം. ഈ വെള്ളം അതിലവിടെ ബിൽഡിംഗ് കെട്ടിയിട്ടില്ല, അവരവിടെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടില്ല. പക്ഷെ മണ്ണ് മാന്തി, അല്ലെങ്കിൽ ആ സ്ഥലത്തിലെ ലാൻഡ് വെള്ളത്തിന് പോകാൻ തക്ക വിധത്തിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു. അടുത്തത് നോറിയ ഇമേജ്. ഈ വെള്ളം, എവിടെ വെള്ളം ഉണ്ടോ ഈ സൈക്കിൾ മാതിരി ഉണ്ടാക്കി അതിലൊക്കെ ബൗൾസ് വെച്ചിട്ട് അത് പെഡൽ ചെയ്തിട്ട് അതിൽ കൂടെ വെള്ളം എടുത്ത് അടുത്ത പാടത്തിലേക്ക് എത്തുന്നു. ഇനി അടുത്തൊരു വേറൊരു സിസ്റ്റമാണ് ഈ ചക്രത്തിൽ തന്നെ പോട്ടുകൾ, മണ്ണുകൊണ്ടുള്ള പോട്ടുകൾ വെച്ചിട്ട് മൃഗങ്ങളാണ് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നാലെ വരുമ്പോൾ അത് ബാക്ക്വേർഡ്സ് എടുക്കുമ്പോൾ ആ ചക്രം താഴെ പോകും. മുന്നിലേക്ക് പോകുമ്പോൾ ആ ചക്രത്തിന്റെ ഇതിൽ പിടിക്കുന്ന വെള്ളത്തിന് പാടത്തിലേക്ക് എത്തുന്നു. ഇനി ബാക്വലീസ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് വെൽസ് ആണ്. ഈ സ്റ്റെപ്പ് വെൽസ് കൺസർവേഷൻ, വാട്ടറിന്റെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ, ഏരിഡ് സ്ഥലങ്ങൾ, വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഹീറ്റ് വരുമ്പോഴത്തേക്കും അടിയിൽ വെള്ളം റിമെയിൻ ഉണ്ടെങ്കിൽ അവിടെ ആ ബോട്ടത്തില്, ബാക്കോളീസ് എന്ന് പറഞ്ഞ വെള്ളത്തില് അവിടെ ഉണ്ടാവും. അത് നമുക്ക് ചന്ദ് ബാക്കോലി ജയ്പൂരിൽ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് വെൽ ആണ്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണത്. ഇനി ലേക്സ്, അതേമാതിരി തന്നെ ലേക്സ് ഉണ്ടാക്കുന്നത്. മുഗൾ രാജാക്കന്മാരും ലേക്സിന് വലിയ താല്പര്യം കാണിക്കുന്നവരാണ്. ആർട്ടിഫിഷ്യൽ ലേക്സ് ആണ് ഇതൊക്കെ. നമ്മൾ ഇപ്പോഴും ഉദയ്പൂരിലൊക്കെ ലേക്ക് പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്ത് കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ലേക്കിനെ മാൻമെയ്ഡ് ലേക്സും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൽട്ടമിഷിന്റെ കാലഘട്ടത്തിലും അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലും അവര് ഹസൈ അലൈ ഇത് പറഞ്ഞുണ്ടാക്കി. അനങ്പൂർ ഡാം ഹരിയാനയില് സ്റ്റോൺ ബിൽറ്റ് ഡാം ആണ് ഉണ്ടാക്കിയത് കിങ് അന്തപാൽ 8ാം സെഞ്ചുറിയിൽ. അപ്പോൾ ഈ ഡിഫറെന്റ് തരത്തിലുള്ള വാട്ടർ മാനേജ്മെന്റ് കൊണ്ട് അവര് വെള്ളത്തിന്, ടെക്നോളജിനെ പിടിച്ചു നിർത്തുകയും അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, കൾട്ടിവേഷന് വേണ്ട സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി രാജ്യത്തിൽ ലാൻഡിൽ എങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്ന് വെച്ചാല്, ആ രാജ്യത്തിനെയൊക്കെ ഫെർട്ടൈൽ ലാൻഡ്സിനെയാണ് അവർ പിടിച്ചെടുത്ത് കൺവേർട്ട് ചെയ്ത് അവരുടെ ഓരോ രാജ്യത്തിന്റെയും ടാക്സ് ഗവൺമെന്റിന് കിട്ടുമല്ലോ. അപ്പോ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ കാട്ടിൽ കാണുന്ന റോബേഴ്സിനെയും റെബൽസിനെയും ഒക്കെ അവര് പിടിച്ച് അടക്കി നിർത്തും. അതേമാതിരി ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, ഹെർബ്സ് ആയിക്കോട്ടെ, ട്രിംബേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ബിസിനസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. മലബാറിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിരുന്ന സ്പൈസ്, അതേമാതിരി
സാധനങ്ങളെല്ലാം പല പല മലബാർ കോസ്റ്റിൽ ഒരുപാട് സ്പൈസസ് ഉണ്ട്. അതൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറബ്സിനും ട്രേഡ് ചെയ്തും നമ്മൾ അവര് രാജാക്കന്മാർ അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോയിരുന്നു. പിന്നെ ഫ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിന്റെ നമ്മുടെ മലബാറിൽ നിന്നുള്ള ടീക്ക് വുഡാണ് അറേബ്യയിലെ കപ്പല് അല്ലെങ്കിൽ ഫ്ലീറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വരുമ്പോൾ ഇവിടെ ഖാർഖാന എന്ന് പറയുന്നതിന്റെ അർത്ഥം വർക്ക്ഷോപ്പ്, ഫാക്ടറി എന്നാണ് മീനിങ്. അപ്പൊ ഇവിടെ ക്ലോത്ത് ആയിക്കോട്ടെ, സിൽക്ക് ആയിക്കോട്ടെ, ഇൻഡിഗോ ഇത് ആകുമ്പോഴത്തേക്കും, ഇൻഡിഗോ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എക്സ്പോർട്ട് ഐറ്റം ആണ്. അത് പോപ്പീസും എക്സ്പോർട്ട് ഐറ്റം ആണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഭയങ്കര സ്മാർട്ട് ബിസിനസ് ആണ്, ലുക്രേറ്റീവ് ബിസിനസ് ആണ്, റവന്യൂ വളരെ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ ഇവരൊക്കെ ഈ ഓപ്പിയം എന്ന് പറയുന്ന സാധനം അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഒരു ഖഞ്ച അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പുകവലിയുടെ സാധനമാണ് ഓപ്പിയം എന്ന് പറയുന്നത്. ഓപ്പിയം ട്രീ, ഇത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓപ്പിയം ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കൊരു എക്സൈൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. അതുകൊണ്ട് അവര് ഇതില് ഹുമയൂണും ജഹാംഗീറൊക്കെ ഓപ്പിയം അഡിക്ട്സ് ആയിരുന്നു. അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് പുറത്തേക്ക് ഇറങ്ങാൻ. ടൊബാക്കോ അഡിക്ഷൻ അതേമാതിരി നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുഗളുടെ രാജാക്കന്മാർ ടൊബാക്കോ ഇങ്ങനെ ഹുക്ക പറഞ്ഞിട്ടുണ്ടാവും. ഒരു വലിയ സാധനം അറേബ്യൻ കൺട്രീസിലൊക്കെ കാണാം, ഹുക്ക ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവർ ഹുക്ക വലിക്കുന്നുണ്ട്. അതില് ടൊബാക്കോ ആണ്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസ് ആണെങ്കിലും അവിടെ നമ്മൾ ബീജാപ്പൂരിലും എല്ലാ സ്ഥലത്തും ഇത് കാണാൻ പറ്റും. അഡിക്ഷൻ ഇപ്പോഴും ടൊബാക്കോ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഹെൽത്തിന് മോശമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഇങ്ങനെ ഓരോ മാറ്ററിലേക്ക് അഡിക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ പിന്നെ ഈ ടൊബാക്കോ എന്ന് പറയുന്നത് ഒരു ഇലയാണ്. ഈ ഇലയെ ചുരുട്ടി കെട്ടി അതിനെ വലിക്കുക. അപ്പൊ പുക, അതിന്റെ പരിണാമം ക്യാൻസർ ആണ്, ഡെഫിനറ്റ് ആയിട്ട് ക്യാൻസർ ആണ്. ഇനി പഞ്ചർലാലിനി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ചെറിയ പർച്ചിൻ വർക്ക് എന്നാണ്. അത് നമ്മള് ആഗ്രയിൽ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇല മാതിരിയുള്ള ഫോമും അതിൽ കളേർഡ് ആയിട്ടുള്ള വർക്ക്. അത് മുഗൾ ആർക്കിടെക്ചറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതേമാതിരി അതിൽ തന്നെ സ്റ്റെം സ്റ്റോൺസ് ഉണ്ടാക്കുക, കാർവിംഗ് ഉണ്ടാക്കുക, ഈ ജോമെട്രിക്കൽ പാറ്റേൺസും ഫ്ലവർ പാറ്റേൺസും ട്രീ പാറ്റേൺസും ഇതൊക്കെ ആഗ്രയിൽ പോയിട്ടുണ്ടെങ്കിൽ താജ്മഹലിന്റെ പുറത്ത് അതേമാതിരി സ്ട്രക്ചറിലൊക്കെ ഈ പില്ലേഴ്സിലൊക്കെ ഈ വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നോ അതൊക്കെ രാജാക്കന്മാര് നടത്തിക്കൊണ്ടു പോയിരുന്നു. ക്രമേണ 18ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കൊളോണിയലിസം വരികയാണ്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഈ പീരീഡ് എന്തൊക്കെയാണ് എന്നുള്ളത് റിവൈവൽ ആണ്. റിവൈവൽ ഓഫ് മുഗൾ എംപയർ. ആ മുഗൾ എംപയറിൽ വന്നു ബിസിനസ്, ഈസ്റ്റ് ഇന്ത്യ വരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നത് ട്രേഡിംഗ് പർപ്പസിനാണ്. ട്രേഡിംഗ് പർപ്പസ് വന്നിട്ട് ഗ്രാജുവൽ ആയിട്ട് അവരുടെ ആൾക്കാരുടെ രാജാക്കന്മാരുടെ അവരുടെ കൺട്രോളിൽ എടുത്ത് ആ പൊളിറ്റിക്കൽ അംബിഷൻസ് ലേറ്റർ ഓൺ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സുപ്രീം പവർ ആയിട്ട് അവര് മാറ്റിയെടുക്കുകയാണ്. അപ്പൊ എൻവയറമെന്റൽ ഹിസ്റ്ററി ഈ സബ്ജക്റ്റില് ഇവിടെ നമ്മൾ പറഞ്ഞ പൊളിറ്റിക്കലായുള്ള ഇൻവോൾവ്മെന്റ്, ഫോറിൻ കൺട്രീസിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നു. ഈ ഫോറസ്റ്റും അല്ലെങ്കിൽ ഫോറസ്റ്ററിയും ഈ കാലഘട്ടത്തിൽ മാറ്റിക്കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ട്രീസ്, റവന്യൂ കിട്ടുന്ന ക്യാഷ് ക്രോപ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സിനെയും ട്രീസിനെയും ഇവിടെ വളർത്തുക. അതേമാതിരി ഹണ്ടിങ് റിസർവോയർ ഒക്കെ ഉണ്ടാക്കുക. മുഗൾ പീരീഡില് റൂളേഴ്സ് ഇവര് പൊളിറ്റിക്കലി ഓരോ എക്സ്പാൻഷനും ഓരോ കൺട്രിയും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ള ഫോറസ്റ്റ് മാറ്റി അവിടെ ഫോറസ്ട്രി ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കൾട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഡെക്കോയ്റ്റ്സ് ആൻഡ് മർദ്വാസ്. ഇവര് ഈ മരങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയും കാട്ടിൽ താമസിക്കുകയും കാട് വഴി ആന്റി സോഷ്യൽ എലിമെന്റ്സ് ആണ് ഇവര്. അപ്പൊ ഇവരെ ഉപയോഗിച്ച് മറാത്താൻ ആർമി ടൈമില്
ഈ ബാറ്റിലൊക്കെ ബേൺ ദ ഫോറസ്റ്റ്. എന്തിനാന്ന് വെച്ചാൽ അടുത്തവർക്ക് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ബ്ലോക്ക് ചെയ്യുക. ഇനി ഗാർഡൻ ഓഫ് എക്സെംലൈസേഷൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ, നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റ് ഓഫ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു ഗാർഡനിൽ പല വിധത്തിലുള്ള പ്ലാന്റ്സ് നട്ട് വളർത്തി എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. കാരണം ഈ എക്സ്പെരിമെന്റൽ പ്ലാന്റേഷനില് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു ചെടീനെ പറ്റി, ഒരു പ്ലാന്റിനെ പറ്റി നല്ല വൃത്തിയായിട്ട് പഠിക്കാനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇതിങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഫോർട്ട് സെന്റ് ജോർജിന്റെ അവിടെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടാക്കുന്നു. ബൊട്ടാനിക്കൽ ഗാർഡനിൽ എല്ലാ തരത്തിലുള്ള ചെടികൾ കാണാം, പല ഫലവൃക്ഷങ്ങൾ കാണാം, സസ്യങ്ങൾ, ഈ മരുന്ന് വകയിലുള്ള സസ്യങ്ങൾ കാണാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റ് ഒരു കൂടുതലായിട്ട് പ്ലാന്റ് ചെയ്യുക. പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരേ ഐറ്റം നിറയെ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഈ 1788 റോബർട്ട് കൈഡ് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ കൽക്കട്ടയിൽ ചെയ്യുന്നു. ആ കൽക്കട്ടയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഗാർഡന്റെ പേരാണ് ഗാർഡൻ ഓഫ് അക്ലിമറ്റൈസേഷൻ. ഇവിടെ നമ്മൾ കാണുന്നത് ഇത് മാത്രമല്ല, ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലീഷുകാർക്ക് ടീക്ക് മരം ആവശ്യമുണ്ട്? കാരണം അവരുടെ നാട്ടിൽ അവര് ബ്രിട്ടീഷുകാർ ബേസിക്കലി നേവിക്കാരാണ്, അല്ലെങ്കിൽ നാവികരാണ്. അപ്പോൾ നാവികരുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് യാർഡിലേക്ക് മരം വേണം. മരം എന്ന് പറയുന്നത് ടീക്ക് വുഡ് വെള്ളത്തിൽ കടന്നാലും ചീത്തയാവില്ല. അതുകൊണ്ടാണ് ആ മരത്തിന്റെ തടി അത്രയും സ്ട്രോങ് ആണ്. വെള്ളത്തിലൊന്നും കടന്നാൽ അത് അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അപ്പോൾ ബോട്ടുകൾ, വലിയ വലിയ ബോട്ടുകൾ ഉണ്ടാക്കാനും ഈ ബോട്ടുകൾ വെള്ളത്തിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങൾ ആവശ്യമുണ്ട്. ഈ ടീക്ക് മരം, തേക്ക് എന്ന് പറയും മലയാളത്തില്, അതിന്റെ ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ സാധാരണ ഇവിടെ നാട്ടുഭാഷയിൽ പറയേണ്ടത് തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാന്ന്. കാരണം അത് ചീത്തയാവില്ല, അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല. മരങ്ങള് വർഷങ്ങളോളം യുഗങ്ങളോളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ മരങ്ങളെ നമ്മൾ വളർത്തിയെടുത്ത് അതിനെ മുറിക്കാൻ തക്ക വിധത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഈ ഗാർഡൻ ഉണ്ടാക്കാൻ, ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ടാക്കുകയും അതിന് ഈ ഐഡിയ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സപ്ലൈ ചെയ്യണം. നേവൽ ബേസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് നേവിക്ക് ഈ മരങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവരുടെ നാട്ടിൽ ഈ ഷിപ്പ് ബിൽഡിംഗ് യാർഡിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ എടുക്കും ആ മരത്തിന്റെ സൈസില് ഒരു ചെടി വലുതായി വരാൻ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ നട്ട് വളർത്തിയാൽ മാത്രമേ 60 വർഷം 70 വർഷം 90 വർഷം ഒക്കെ ആകുമ്പോഴേ ആ മരം മുറിക്കാൻ പറ്റുന്ന വിധത്തിൽ ആകുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ ഒരു സൈഡ് കൂടെ കട്ട് ചെയ്താൽ വേറെ വെച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ എൻവയറമെന്റൽ ഡേ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല. വൃക്ഷം മുറിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി വരാനായിട്ട് വർഷങ്ങളോളം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല, വലിയ വലിയ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അതിനെ സൂക്ഷിക്കുക എന്നുള്ളതും അതിന്റെ കെയറിന് വേണ്ടിയിട്ടും ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പ്രൊട്ടക്ഷൻ ചെയ്യാനാണ്. കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ സ്കൂളിൽ നിന്ന് വെച്ച് തന്നെ അവർക്ക് ഗാർഡനിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് കൊണ്ടിരിക്കാനുള്ള സെമിനാർ നടത്തുക, അതിനെപ്പറ്റി പരാമർശിക്കുക, അതിനെപ്പറ്റി ഡിബേറ്റ് നടത്തുക. അപ്പൊ അങ്ങനെയൊക്കെ ഐഡിയാസ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ നഷ്ടപ്പെട്ട ജീവജാലങ്ങൾ, നഷ്ടപ്പെട്ട മരങ്ങൾക്ക് നമ്മൾക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് ഈ ഓപ്പിയം ട്രേഡ്. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവര് ഓപ്പിയം സാധാരണ മരങ്ങളോ അല്ലെങ്കിൽ ഇത് മാത്രമല്ല കൊണ്ടുപോയിക്കിടുന്നത്, ഓപ്പിയം ട്രേഡും നടത്തിക്കൊണ്ടിരുന്നു. ഓപ്പിയം ട്രേഡ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ഈ ഇൻഡിഗോ പ്ലാന്റും ഇവിടെ വെച്ചിരുന്നു. കാരണം അത് ആവശ്യമുണ്ട്. അതേമാതിരിയാണ് ഓപ്പിയം ട്രേഡ്. ഓപ്പിയം എന്ന് വെച്ചാൽ ഈ ചരസ് എന്ന് പറഞ്ഞ
ചെടിയാണ്. അത് നമ്മൾ കൂടുതലായിട്ടും ഹില്ലി മൗണ്ടൻ ഏരിയയില്, അതായത് തേക്കടിയിലൊക്കെ ഉണ്ട്. തേക്കടി, മൂന്നാർ ഭാഗത്തൊക്കെ ഗോൾഡ് എന്ന് കൂടെ പറയാറുണ്ട് അതിന്, ഗോൾഡ്. കാരണം അതിനൊക്കെ വട്ടപ്പേരാണ് ഗോൾഡ് എന്നുള്ളത്. കാരണം അതിന്റെ വാല്യൂ, അത് വിറ്റാൽ ലക്ഷങ്ങളും കോടികളാണ് അവരുണ്ടാക്കുക. അതുകൊണ്ടാണ് ഓപ്പിയം ട്രേഡ് ഓപ്പൺ ആയിട്ട് ഇത് നടത്തിക്കൊണ്ടത് 18ാം നൂറ്റാണ്ടിൽ. അതിനെ എപ്പോഴാണോ ഇല്ലീഗലൈസ് ആക്കിയത് അതുവരെ അവർ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ കമ്പനിയുടെ ട്രേഡിംഗ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡിംഗ് ഓപ്പിയം എപ്പോഴാണെന്ന് വെച്ചാല്, ഇത് ചൈനയില് ഇവര് ഓപ്പിയം ട്രേഡ് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഓപ്പിയം ട്രേഡ് അവിടെ ചൈനീസിന്റെ യൂത്തിനെ ഒരു ലേസിയും ഒരു മന്ദബുദ്ധിയോ ലെത്താർജിക്ക് അവരുടെ യൂത്തിനെ നശിപ്പിക്കുന്നു. അപ്പൊ ചൈന ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഓപ്പിയം വാർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു 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 സിസ്റ്റം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ എത്രയോ ആൾക്കാര്, എത്രയോ യുവതലമുറയെ നശിപ്പിച്ചതാണ് ഈ ഓപ്പിയം. അപ്പൊ ഓപ്പിയം ട്രേഡിൽ അല്ലെങ്കിൽ ഈ വ്യാപാര മുഖാന്തരം മില്യൻസ് ആണ് അവര് മാറ്റിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുപോയിട്ടുള്ളതും അവരത് നല്ല കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടമായ ഒരു ട്രേഡ് ചെയ്തിരുന്നു എന്നുള്ളതിന് നമുക്ക് നിവൃത്തിയില്ല, പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഇന്ത്യയിൽ വന്നിട്ടുള്ള അടുത്തൊരു ചേഞ്ചസ് എന്താന്ന് വെച്ചാല് റെയിൽവേസ് ആണ്. ഇന്ത്യൻ റെയിൽവേസിന്റെ അത് അവരുടെ ഉപകാരം. ബ്രിട്ടീഷുകാരുടെ, നമുക്ക് റെയിൽവേസിനെ പറ്റി അത്ര കാര്യമായിട്ട് അറിവില്ലായിരുന്നു മിഡീവൽ ടൈമില്, 19th സെഞ്ചുറിയിലാണ്. കാരണം ഈ റെയിൽവേസിന് ആദ്യമായിട്ട് വരുന്നത് സ്റ്റീം എഞ്ചിനാണ്. അപ്പൊ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞ ശേഷം 18ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നു യൂറോപ്പില്. ആ യൂറോപ്പിന്റെ സ്റ്റീം എഞ്ചിൻ പ്രൊഡക്ഷൻ, പുഷിംഗ് ദ പവർ, സ്റ്റീം പവറിനെ പറ്റി മനസ്സിലാക്കുന്നു. അതിനുശേഷം അതിനെ അവരുടെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നു, പിന്നെ അതിനെ അവരുടെ റെയിൽവേസിൽ ഉപയോഗിക്കുന്നു. ആ റെയിൽവേസ് ആണ് ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടത്. ഫസ്റ്റ് റെയിൽവേ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നത് ബോംബെ ടു താനെയാണ് 1853. ലോങ് മൈൽ. എന്തിനാന്ന് വെച്ചാൽ എന്തിനാണ് അവര് റെയിൽവേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം സാധനങ്ങൾ ഫാമിൽ നിന്ന് പോർട്ടിലേക്കും, പോർട്ടിൽ നിന്ന് ഫാമിലേക്കും ഫിനിഷ്ഡ് ഗുഡ്സും റോ മെറ്റീരിയൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ റോഡ് നല്ല റെയിൽവേസ് ആകുമ്പോൾ ലഗേജ് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് റെയിൽവേസിന്റെ ബെനിഫിറ്റ്. അപ്പോൾ ഈ റെയിൽവേസ് ഉണ്ടാക്കി 2000 സ്ലീപ്പേഴ്സ് ഉണ്ടാക്കി. ഓരോ പ്രാവശ്യം അവർക്ക് അത്രത്തോളം കൺസ്ട്രക്ഷൻ ഇവിടെ 1878 ഇതിൽ അവരുടെ ഇന്ത്യൻ റെയിൽവേസ് ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരുപാട് ഉള്ളതാണെങ്കിൽ അത് അവരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ഞാൻ പറയുകയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ ഇതാണ് പിക്ചർ. ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ അവിടെ ഇന്ത്യൻ റെയിൽവേയിൽ ബോംബെ ടു തന. ഇനി അടുത്തത് അഗ്രികൾച്ചർ ലെവലില് സ്ലാഷ് ആൻഡ് ബേൺ എന്ന് വെച്ചാൽ കത്തിക്കുക, അടിച്ചിട്ട് കത്തിക്കുക. ഇതില് പ്രൊട്ടക്ഷൻ എന്താ വെച്ചാൽ ആ ടിമ്പറിന് അറ്റൻഷൻ കിട്ടും. ഡീഫോറസ്റ്റേഷൻ കഴിയുന്നു, അപ്പൊ ഫോറസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഷൻ. അടുത്തതായിട്ട് ബേൺ, ഈ അവിടെ തന്നെ ബേൺ ചെയ്യുമ്പോൾ അവിടെ ഫെർട്ടിലിറ്റി കിട്ടും, ആ ലാൻഡില് ഫെർട്ടിലിറ്റി കിട്ടും. ഇത് മുഖാന്തരം എംഫസൈസ് കൊടുത്തിട്ടുള്ളത് കാടുകളിൽ വരുന്ന വരൾച്ച, വാട്ടർ കുറവ്, ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ഓഫ് സിൽട്ടേഷൻ, റിവേഴ്സിന്റെ കൂടുന്ന സിൽട്ടേഷൻ പോർട്സില് നമ്മള് ഇതൊക്കെ ഒരു ഗവൺമെന്റ് എന്താ ചെയ്തെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റില് പ്രോഹിബിഷൻ അല്ലെങ്കിൽ ഈ മെത്തേഡ് സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ് അഗ്രികൾച്ചറൽ മെത്തേഡിലാണ് ഇവിടെ പ്രോഹിബിഷൻ കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി കൊത്തുകാട്ടു കുമരി, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റില്, അതായത് കാട്ടിൽ വന്നിട്ടുള്ള റെഗുലേഷൻ ആണ്. രാജ്യത്ത് കാട്ടിൽ വന്നിട്ടുള്ള റെഗുലേഷൻ ആണ്. ഈ റെഗുലേഷൻ എന്ന് വെച്ചപ്പോഴത്തേക്കും അവിടെ താമസിക്കുന്ന ആദിവാസികൾ, അവിടെ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് അവരുടെ കോമൺ പ്രോപ്പർട്ടിയിൽ കൂടെ പോവാനും വരാനും അവരുടെ മെയിൻ വർക്ക് എന്താന്ന് വെച്ചാൽ കളക്ഷൻ, ഫോറസ്റ്റിൽ കിട്ടുന്ന സാധനങ്ങളുടെ കളക്ഷൻ ആണ്.
അതേമാതിരി അവരുടേതായ തരത്തിലുള്ള ട്രഡീഷണൽ മെത്തേഡാണ് കൾച്ചർ, അഗ്രികൾച്ചറും ഷിഫ്റ്റിംഗ് കൾച്ചറും. ഒരു പ്രാവശ്യം മഞ്ഞൾ ഇട്ടാൽ പിന്നെ ഒരു പ്രാവശ്യം വേറൊരു വിത്തായിരിക്കും ഇടുക. അപ്പൊ ഈ കുത്തുക്കാട്ടും ആൻഡ് കുമരി എന്ന് പറയുന്നത് കുട്ടി എന്നുള്ള അർത്ഥമാണ് തമിഴില്. അപ്പൊ ഇങ്ങനെ ഈ അവരുടെ പരമ്പരാഗതമായ സാധനങ്ങൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, അവരുടെ ഫോറസ്റ്റിൽ, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ട് അവരുടെ ജീവിത ചരിത്രം ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഹണി ഉണ്ട്, പിന്നെ ഈ തേൻ കളക്ഷൻ ഉണ്ട്, ഹെർബ്സ് ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇവർ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ആദിവാസികൾ എന്ന് പറയാം, നമ്മുടെ ട്രൈബൽസ്. ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ആദിവാസികൾ. അപ്പോൾ അവർക്ക് പ്രോഡക്ട്സ് എന്തൊക്കെ കാട്ടിന്റെ അകത്തുനിന്ന് കിട്ടാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരിക. അതിന്റെ കൂടെ തന്നെ അവരുടെ ട്രഡീഷണൽ മെത്തേഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറും ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചറും പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതിന് കൂർഗ് ഏരിയയിൽ, ഈ കൂർഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കേരള കർണാടക ബോർഡർ, കൂർഗില് ഇതിനെ കുമരി എന്ന് പറയുന്നു. ഇവിടെ ഈ മൗണ്ടനസ് റീജിയൻസ് ആണ് ഇതൊക്കെ. മൗണ്ടനസ് റീജിയനിൽ മലകളുള്ള സ്ഥലത്തിൽ ചില ചെടികളൊക്കെ വളരുള്ളൂ, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് വേണം അവരുടെ സീസണൽ ആയിരിക്കും അവരുടെ അഗ്രികൾച്ചർ. ഇനി ഫോറസ്റ്റ് ആക്ട് 1865 ആദ്യത്തെ ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവരുന്നു. ഈ ഫോറസ്റ്റ് ആക്ട് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? മെമ്മോറാണ്ടം ലോർഡ് ഡൽഹൌസി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, കമ്പനിയാണ് എല്ലാ ഫോറസ്റ്റും ടേക്ക് ഓവർ ചെയ്യുന്നത്. ഗവർണർ ജനറൽ ഡൽഹൌസി മെമ്മോറാണ്ടം ഇറക്കി. ആ മെമ്മോറാണ്ടം വഴി എല്ലാ ഫോറസ്റ്റും അവരെ കീഴിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ അവർ മാനേജ് ചെയ്യുന്നത് സയന്റിഫിക് ഫോറസ്ട്രി എന്നുള്ള ഒരു മെത്തേഡിൽ പുതിയതായിട്ടുള്ളതൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് യൂറോപ്പിൽ നടന്നാണ്, അത് ഇവിടെയും പ്രാക്ടീസ് ചെയ്തു. ജർമ്മൻ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഡോക്ടർ ഡെറിഷ് ബ്രാൻഡീസ്, അപ്പൊ ഇങ്ങേര് ബോട്ടണീന്റെ ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനും ഇങ്ങേര് ജർമ്മൻ ഫോറസ്ട്രിയെ പറ്റി അറിയുന്ന ഒരാളെയുമാണ് അടുത്തതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്ത ശേഷം ആ പുതിയ ആൾക്കാരെയും കൂടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഇട്ടു. ഇവരുടെ റോൾ എന്താന്ന് വെച്ചാൽ ഫോറസ്റ്റ് കൺസർവേഷൻ ചെയ്യുക, കാടിനെ നശിപ്പിക്കാണ്ട് കാടിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ വരുന്ന സമയത്താണ് ഇൻസ്ട്രുമെന്റൽ ആയിട്ട് നമ്മുടെ നാഷണൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 1864 ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയും 1864 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഫസ്റ്റ് ആക്ട് വരുന്നത് 1865. അപ്പോൾ ഈ ട്രിഗ്നോമെറ്റേറിയൽ പ്രോജക്റ്റ് ഉണ്ട്. ഇവിടെ സർവൈവർ ആയിട്ടുള്ള ജെയിംസ് റെനുവൽ കൊണ്ടുവന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബംഗാൾ മാപ്പ് ഒക്കെ കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയൊക്കെ ചെയ്യാം, മൗണ്ടൻസിനെയും ഫോറസ്റ്റിനെയും റിവേഴ്സിനെയും റോഡ്സിനെയും സെറ്റിൽമെന്റ്സിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റിന്റെ പേരാണ് ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ പ്രോജക്റ്റ്. ഇത് ഇവിടെ ഉപയോഗിക്കുകയും അതിനെപ്പറ്റി ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് ഉണ്ടാക്കി 1857 കമ്പനി, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേ ചെയ്ത് പകുതി ഇന്ത്യയുടെ ഇതിലെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവരുടെ മോണോപ്പൊളി എന്താന്ന് വെച്ചാല്, ഇതിന്റെ ഡിസ്കവറിയൊക്കെ ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ്, ലാൻഡ് ആണ്, അതേമാതിരി ഫോറസ്റ്റും ഒക്കെ ട്രിനോയിൽ കൊണ്ടുവന്ന അവരുടെ നാച്ചുറൽ റിസോഴ്സ് ഒരു പ്രോജക്റ്റ് ആണിത്. ഇനി പർഹാസ് റെഫ്യൂസൽ, ഇവിടെ എന്താന്ന് വെച്ചാൽ സന്താൽ ട്രൈബൽ ഗ്രൂപ്പ്, നമ്മള് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ട്രൈബൽ ഗ്രൂപ്പിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. 1855 അവരുടെ ഈ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ അവരുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർ താമസിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരികയും അപ്പോഴാണ് അവർ ഇതിലേക്ക് സന്താൽ ട്രൈബ് വന്ന് റെബല്യസ് ആവുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് അവർ
എതിർക്കാൻ തുടങ്ങുന്നു 1855. അപ്പൊ എന്ത് പറ്റി, അവര് ഈ പരിഹാരാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ മാറ്റി. പക്ഷെ അതിലും ശ്രമിച്ചിട്ട് ജയിക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ പറ്റിയ, ഇവര് പരിഹാരാസ് പറഞ്ഞു മരം കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പ്ലവ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അങ്ങനെയാണ് ഈ സന്താൽസ് എന്നുള്ള ഈ ഗ്രൂപ്പ് വളരെ പോപ്പുലർ ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയില് ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇവരുടെ ഒപ്പോസിഷൻ കൊണ്ടാണ്. കാരണം ഇവിടെ ഫോറസ്റ്റ് ആണ്, അവര് ഫോറസ്റ്റിൽ അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ട്രൈബാണ്. അപ്പൊ അവരുടെ ഭൂമിയെ, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഭൂമിയെ, അല്ലെങ്കിൽ അവരുടെ ജനനങ്ങളോളം വർഷമുള്ള ഭൂമിക്ക് പ്രശ്നം വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. ഇനി സന്താൽ പർഗാന, അത് വേറൊരു ഗ്രൂപ്പാണ്. അഗ്രികൾച്ചർ, ഇവര് പർഗാനയിൽ വന്ന് താമസിക്കുന്നവരും അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഗ്രൂപ്പാണ് ഈ പറഞ്ഞ സെറ്റിൽമെന്റ്സ് സന്താൽസ്. ഇവരെന്താ ചെയ്തിരുന്നത് വെച്ചാൽ കമേഴ്സ്യൽ ക്രോപ്സ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അവര് ട്രേഡിങ്ങിനും മണി ലെൻഡേഴ്സും കൂടിയാണ്. അപ്പൊ ഈ ടാക്സും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സ്റ്റേറ്റിന്റെ ഹെവി ടാക്സ് അവർക്ക് മണി ലെൻഡേഴ്സിന് പോകുമ്പോഴത്തേക്കും അവർക്ക് ജമീന്ദാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. മണി ലെൻഡേഴ്സ് ഭയങ്കരമായിട്ട്, മണി ലെൻഡർ വെച്ചാൽ പിടിഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്, റിവോൾട്ട് ജമീന്ദാറാണ്. അപ്പൊ ഇവര് ഈ ഗ്രൂപ്പ്, സന്താൽ ഗ്രൂപ്പ്, അവര് ജമീന്ദാറിന്റെ അടുത്ത് എതിർക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി തരാൻ പറ്റില്ല എന്നുള്ള ഒരു സന്താൽ പർഗാന ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ അവരെ എതിർത്ത് ഉപേക്ഷിക്കുകയാണ്. ഇനി വൈൽഡ് ലൈഫിൽ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. മുഗൾ രാജാക്കന്മാരുടെ ഗെയിംസ്, മുഗൾ രാജാക്കന്മാരുടെ ടൈഗേഴ്സ് അവർ പ്രിസർവേഷൻ ചെയ്യുന്നു. പെർട്ടിക്കുലർ ആയിട്ട് വില്യംസിന്റെ ഓറിയന്റൽ ഫീൽഡ് സ്പോർട്സിന്റെ ഒരു സ്പോർട്ടിങ് ഹണ്ടിങ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അബൻഡന്റ് ആയിട്ട്, വളരെ കൂടുതലായിട്ട് വൈൽഡ് ലൈഫിനെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ കാലത്ത് മദ്രാസിലെ ഒരു ഹണ്ടിങ് സൊസൈറ്റി തന്നെ ഉണ്ടാക്കി. ആ സൊസൈറ്റി വഴി അവര് ഹണ്ടിങ് ഗെയിം ഹണ്ടിങ് അത് ഉണ്ടാക്കി വൈൽഡ് ലൈഫിൽ കൊണ്ടുവന്ന് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് ആംബിൾ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നു. വളരെ ഓഫീസേഴ്സിന്, ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ആണ് ഷിക്കാരി എന്ന് വെച്ചാൽ, ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഡാണ്, വേട്ടയാടുന്ന ആളാണ് ഷിക്കാർ. അപ്പൊ ഗ്രേറ്റ് ഷിക്കാരീസ് എന്ന് പറയുമ്പോൾ ചില ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ഒക്കെ അതിന് വേട്ടയ്ക്ക് പോവുകയും കൂടെ ആൾക്കാരെ കൊണ്ടുപോകും. മദ്രാസിലെ ഹണ്ടിങ് സൊസൈറ്റി ഉണ്ടാക്കുന്നു. 1776 കൂടെ ആൾക്കാരെ കൊണ്ടുപോയി ഹണ്ടിങ് ചെയ്യുന്നു. പാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഹോബി ആയിട്ട് ഹണ്ടിങ് ചെയ്യുക. അങ്ങനെയും ചെയ്തിട്ട് അവര് ഈ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രേറ്റ് ഗെയിം എന്താന്ന് വെച്ചാല് ഇവിടെ കാണിക്കുന്നത്, ഇവിടെ ഹണ്ടിങ് ചെയ്യുമ്പോൾ അയാളുടെ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റസ് സിമ്പിൾ, എന്റെ ധൈര്യമാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഗെയിമിന്റെ ഉദ്ദേശം വരുന്നത്. ഇവിടെ ഇൻഡിജിനിയസ് ആയിട്ട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ട വിധത്തിൽ രാജസ്ഥാനിലും ഇവര് വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൺസർവേഷൻസ് ഒരുപാട് നടന്നിട്ടുണ്ട്. ചെടികളെ പറ്റിയും കൊടികളെ പറ്റിയും ബബിൾ ട്രീനെ പറ്റിയും ഒക്കെ കൺട്രിയിൽ പരസ്യമായിട്ടും ചെയ്തിട്ടുണ്ട്. ഫെമൈൻസ് ഉള്ള സമയത്തും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മദ്രാസ് റീജിയനിലും ഇന്ത്യയിലും കാലഘട്ടത്തിൽ ഫെമൈൻസ് ഉണ്ടായിരുന്നു. ഈ ഫെമൈൻസിനെയൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു. ഇനി ഡിസീസും എപ്പിഡമിക്സും എപ്പോഴും ഈ പ്ലേഗ് ഒക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓവർഫ്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസീസ് വളരെ വളരെ കൂടുതലായിട്ടുള്ള ഡിസീസുകൾ പടർന്നു വന്നിരുന്നു. മലേറിയ, ജംഗിൾ ഫീവർ, ഇത് ഇവർക്ക് അറിയാത്തൊരു സബ്ജക്റ്റാണ്. ഡിസീസും വലിയ വിധത്തിൽ സ്മോൾ പോക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് വിധത്തിൽ ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. വാട്ടർ റിസോഴ്സസും മുഗൾ പീരീഡില് നല്ല വിധത്തിൽ ഗോൾഡൻ ടെമ്പിളിൽ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജ്യ ടൈമിലും ഒരുപാട് ഇതൊക്കെ കെട്ടി, നമ്മൾ ഡാം ഒക്കെ കെട്ടി, റിസോർട്ടൊക്കെ, അണക്റ്റിക്കട്ട് ഡാം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അണക്റ്റിക്കട്ട് ഇതാണ് മദ്രാസ് പോണ വഴിയിലുള്ള പാലാർ അണക്റ്റിക്കട്ട് എന്ന് പറയും. ഈ ഗാഞ്ചസിലും കനാൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാഞ്ചസ് കനാലാണ്. അപ്പോൾ ഈ കനാൽസ് മുഖാന്തരം വെള്ളം എത്തിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതുകൂടാണ്ട് അവർക്ക് ഓപ്പറേഷനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ എത്രത്തോളം കനാൽസില് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് കനാൽസ് ഉണ്ടെങ്കിൽ കൂടെയും ഓപ്പറേഷണൽ ആയിട്ട് വരണം.
അത് മാത്രമല്ല ഡൽഹൌസി വളരെ ഇമ്പോർട്ടന്റ് റോൾ എടുത്തിട്ടാണ് ഇതിനൊക്കെ പബ്ലിക് വർക്ക്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് പാലാറ് ഇപ്പോഴും ചില സമയത്ത് പാലാറിൽ വെള്ളം കാണാറുണ്ട്, ഇപ്പൊ വെള്ളം കാണാറില്ല. അപ്പൊ ഇതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ക്ഷാമത്തിനെ തടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ചെയ്തിട്ടുള്ളതും അവരുടെ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററും നമ്മൾക്ക് ഇവിടെ അവസാനിക്കാൻ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യനെ നല്ല വിധത്തിൽ കോൺട്രിബ്യൂഷൻ തന്ന് ഇന്ത്യൻ റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ്സ്, കനാൽ സിസ്റ്റം, ഇറിഗേഷൻ സിസ്റ്റം, ഇതൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. നന്ദി, നമസ്കാരം.